ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. മൈ നെയിം ഈസ് ലിജ ജോൺ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ വേറൊന്നുമല്ല, എന്തുകൊണ്ട് വൈ ഫെബ്രുവരി 14th ഈസ് സെലിബ്രേറ്റഡ് ആസ് വാലന്റൈൻസ് ഡേ. ഇതിവിടെ ഇരുന്ന് ഒരു ഫ്ലവർ വൈസിൽ ഞാൻ കാണിച്ചിട്ടുണ്ടല്ലോ ഓൾറെഡി. എൻ്റെ റൂമിലെ ഒരു ഫ്ലവർ വൈസിലിരുന്ന് ഒരു ബഞ്ച് ഓഫ് പ്ലാസ്റ്റിക് റോസസ് ആണ്. അപ്പോൾ ജസ്റ്റ് കാണിച്ചതേ ഉള്ളൂ. അപ്പോൾ എന്തുകൊണ്ടാണ് ഫെബ്രുവരി 14 നമ്മൾ വാലന്റൈൻസ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്? നമ്മളല്ല, കപ്പിൾസ്. ഓക്കെ. അപ്പോൾ അതിൻ്റെ റീസൺ, അതിൻ്റെ പിന്നിലുള്ള ഒരു സ്റ്റോറി എന്താണെന്ന് നിങ്ങൾക്ക് അറിയേണ്ട ഒരുപാട് പേർക്ക് അറിയായിരിക്കും. എന്നാലും അറിയാത്തവർക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് പറയുക എന്നുള്ളതാണ് ഞാൻ ഈ ഒരു ചെറിയ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ്. അതായത് വാലന്റൈൻ എന്ന് പറയുന്ന ഒരു ലെജൻഡ് ഉണ്ട്, ഒരു ലെജൻഡറി മനുഷ്യനുണ്ട്. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു ഓർമ്മ ദിവസമായിട്ടാണ് കാത്തലിക് ചർച്ച്, ക്രിസ്ത്യൻ സമുദായത്തിൽ, ക്രിസ്ത്യൻ മതത്തിൽ കാത്തലിക് ചർച്ചിൽ ഈ പറഞ്ഞ സെയിൻറ്റ് വാലന്റൈൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഓർമ്മ ദിവസമായിട്ട് ഈ ദിവസം ഫെബ്രുവരി 14 ആചരിക്കുന്നത്. അപ്പം ഇതിൻ്റെ പിന്നിലുള്ള സ്റ്റോറി പലർക്കും അറിയാമായിരിക്കും. വേറൊന്നുമല്ല, പണ്ട് ഒരു AD 3rd century റോമിൽ അന്ന് ഭരിച്ചിരുന്ന ക്ലോഡിസ് എന്ന് പറയുന്ന, ക്ലോഡിസ് എന്നാണോ എനിക്ക് പേര് കറക്റ്റ് ഞാൻ ഓർക്കുന്നില്ല, ഒരു കിങ് ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്ക് ഒരുപാട് പട്ടാളക്കാരുണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ ആർമിയിൽ ഒരുപാട് മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷേ അന്നേരം അയാൾക്കൊരു ഐഡിയ തോന്നി, ഈ ആണുങ്ങൾക്ക് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ഈ മിലിറ്ററിയിൽ ചേരാനുള്ള ഒരു ടെൻഡൻസി കുറയുമല്ലോ. അപ്പോൾ ഈ മാരേജ് അങ്ങ് ബാൻ ചെയ്ത് കളയാം, ഇവരെ ഇനി കല്യാണം കഴിപ്പിക്കണ്ട എന്നൊക്കെയുള്ളൊരു തോട്ട് പുള്ളിക്ക് തോന്നി തുടങ്ങി. അങ്ങനെ ആള് ഈ മാരേജ് എന്ന് പറയുന്ന സംഭവം അങ്ങ് ബാൻ ചെയ്ത് കളഞ്ഞു. ദെൻ കുറേ പേർക്ക് മാരേജ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്നത്തെ പോലെ തന്നെ അന്നും ഒരുപാട് കമിതാക്കളുണ്ടായിരുന്നു. അപ്പോൾ അവർ സ്നേഹിക്കുന്ന ആളിനെ അവർക്ക് മാരേജ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു സ്റ്റേജിലേക്ക് അവരെത്തി. അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്കിനും അന്നുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ ഒരു അന്നത്തെ സാമൂഹ്യ പരിഷ്കർത്താവ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം, ഉള്ള ഒരാളായിരുന്നു ഈ പറഞ്ഞ സെയിൻറ്റ് വാലന്റൈൻ. അന്ന് സെയിൻറ്റ് എന്ന് പറയുന്ന പട്ടമൊന്നും ഇല്ലായിരുന്നു കേട്ടോ, അന്നൊരു സാധാരണ മനുഷ്യനായിട്ടായിരുന്നു കൺസിഡർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഇദ്ദേഹം എന്ത് ചെയ്തു, കൂടുതൽ പ്രവർത്തനങ്ങളും കാര്യങ്ങളും ഒക്കെ കോൺട്രിബ്യൂട്ട് ചെയ്തു. ഇങ്ങനെ സ്നേഹിക്കുന്നവർക്ക് എന്നല്ല, ശരിക്കും പുരുഷന്മാർക്ക് മാരേജ് ചെയ്യാമെന്നുള്ള ഒരു കാര്യത്തിലേക്കൊക്കെ എത്തി. അങ്ങനെ പുള്ളിനെ എന്ത് ചെയ്തു, സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നവരെ പിടിച്ച് ജയിലിൽ ഇടുകയാണ് അന്നും ഇന്നും നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന ഒരു കാര്യം. അങ്ങനെ ആളിനെ പിടിച്ച് ജയിലിലിട്ടു. പക്ഷെ അവിടെ വെച്ചും ആളിൻ്റെ ഒരു പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടിന്യൂ ചെയ്തു. അവിടെ ആളുടെ ഒരു ജയിലർ ഉണ്ടായിരുന്നു. ആ ജയിലറിൻ്റെ മകളുടെ ഒരു അസുഖം ഈ ആൾ മുഖേന, ഈ പറഞ്ഞ സെയിൻറ്റ് വാലന്റൈൻ എന്ന് പറയുന്ന വ്യക്തി മുഖേന ഹീൽ ചെയ്യപ്പെട്ടു. അങ്ങനെ കുറച്ചധികം മിറാക്കിൾസ് ഒക്കെ ആളിൻ്റെ സൈഡിൽ നിന്നുണ്ടായപ്പോഴത്തേക്കിനും കുറച്ച് പേര് ആളിനെ ഒരു വിശുദ്ധനായിട്ട് കാണാനും ആളിനോട് കാര്യങ്ങൾ മധ്യസ്ഥം വഹിക്കാനുള്ള പ്രാർത്ഥനകളും ഒക്കെ ആയിട്ട് വരികയൊക്കെ ചെയ്തു. അങ്ങനെ പിന്നീട് ഇദ്ദേഹത്തിനെ കൊല്ലുകയാണ് ഉണ്ടായത്. ഇദ്ദേഹം കൂടുതൽ മാരേജിനെ സപ്പോർട്ട് ചെയ്ത് ആക്ഷൻസ് എടുക്കുന്നത് മുഖേന അദ്ദേഹത്തിനെ കൊല്ലേണ്ടതായിട്ട് അവർക്ക് വന്നു. ചെയ്തത് തെറ്റാണ്, അതെ, കറക്റ്റ്, തെറ്റാണ് ചെയ്തത്. അപ്പം ആ ഒരു സ്മരണാർത്ഥം പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ കാത്തലിക് ചർച്ച് എന്ത് ചെയ്തു, ഫെബ്രുവരി 14 എന്ന് പറയുന്ന ഡേറ്റ് ഈ സെയിൻറ്റ് വാലന്റൈൻ ഇദ്ദേഹത്തിന് ഒരു വിശുദ്ധനായിട്ട് ഉയർത്തി. അപ്പം ഇദ്ദേഹത്തിൻ്റെ ഒരു ഓർമ്മ ദിവസമായിട്ട് മാറ്റി. അങ്ങനെയാണ് എല്ലാ കമിതാക്കളും, ലവേഴ്സ് എല്ലാവരും ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പം ഇതറിയാത്ത കുറച്ച് പേരുണ്ടാവും, കുറച്ച് പേര് കാണുമായിരിക്കണം, കുറേ പേർക്ക് അറിയായിരിക്കും. അപ്പം അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ ഇതിലെന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരുത്താം കേട്ടോ. ഞാനിത് കംപ്ലീറ്റ് ശരിയാണെന്നൊന്നും പറയില്ല, എൻ്റെ ഒരു കേട്ടറിവ്, ചെറുപ്പത്തിൽ ഞാൻ കേട്ട ഒരു അറിവിൽ വെച്ചിട്ടാണ് ഞാനിത് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഓക്കെ, ദെൻ അതുപോലെ തന്നെ ഈ ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേ മെഡിറ്റേഷൻ, മാനിഫെസ്റ്റേഷൻ ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ടായിരുന്നു. കുറേ പേര് എന്നോട് ഇങ്ങോട്ട് പറഞ്ഞായിരുന്നു, എനിക്ക് വാലന്റൈൻസ് ഡേ മാനിഫെസ്റ്റേഷൻ ചെയ്യാമോ എന്ന്. ഫെബ്രുവരി 14 മാത്രമേ പറ്റത്തുള്ളൂ. അല്ല, ഫെബ്രുവരി മന്തിൽ നിങ്ങൾക്ക് അത് ചെയ്യാം. ഫെബ്രുവരി മന്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് ചെയ്യാം. കാരണം അവിടെ തന്നെ ഉണ്ടല്ലോ, ആളിൻ്റെ ഒരു, നമ്മൾ വിശ്വസിക്കുന്ന ഒരു പവർ, അല്ലെങ്കിൽ ആളിനോട് നമ്മൾ ചോദിക്കുന്ന ആ ഒരു, എന്താ പറയുന്നത്, ഒരു സ്പിരിച്വൽ കണക്ഷൻ എന്നൊക്കെ പറയത്തില്ല, ഒരു സെയിൻറ്റുമായിട്ടുള്ള. ഇപ്പം നമ്മൾ സെയിൻറ്റ് അൽഫോൺസ, അതുപോലെ സെയിൻറ്റ് ജോസഫ് എന്നൊക്കെ പറയുന്ന, സെയിൻറ്റ് ജൂഡ് എന്നൊക്കെ പറയുന്ന പോലുള്ള ഒരു വിശുദ്ധനാണ്. അപ്പം നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സെയിൻറ്റ് വാലന്റൈനോട് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. അപ്പം ഈ ഒരു കുഞ്ഞു വീഡിയോ ഇത്ര ഉള്ളായിരുന്നു. ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറയാൻ വന്നത് എന്തുകൊണ്ടാണ് ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേ ആയിട്ട് ആഘോഷിക്കുന്നത്, അതിൻ്റെ പിന്നിലുള്ള ആ ഒരു പേരിൻ്റെ പിന്നിലുള്ള വ്യക്തിയെ പറ്റിയിട്ട് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയെന്ന് തോന്നുന്നു. അപ്പം നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് നമ്മുടെ പേഴ്സണൽ ഗൈഡൻസ് പ്രോഗ്രാം പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. സ്പെഷ്യൽ റിലേഷൻഷിപ്പ്, അതുപോലെ കരിയർ, ഹെൽത്ത്,
പിന്നെ എന്ത് കാര്യം നിങ്ങൾക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള സൊല്യൂഷൻസ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. മാത്രമല്ല നമുക്കൊരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട്, അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ ഡെയിലി പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ കൺമുന്നിൽ നിങ്ങളുടെ വാട്സപ്പിൽ നിങ്ങൾക്ക് ഡെയിലി കിട്ടുന്നതായിരിക്കും. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ, ഹാവ് എ നൈസ് ഡേ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. അത് പറയാൻ വിട്ടുപോയി. ഓക്കെ, ബൈ.